സോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. സോ ഇന്ന് ഞാൻ പോകുന്നത് റിബ് ഫെസ്റ്റിനാണ്. ഞാനും ജിഷ്ണും മെൽബിനും കൂടിയിട്ടാണ് പോകുന്നത്. ലക്ഷ്മി ബിനിൽ ചേട്ടനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ ടെക്നിക്കൽ എറേഴ്സ് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. സോ ഞങ്ങളിത് അതിൻ്റെ എൻട്രൻസിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഈ പാർക്ക് ഇത്രയും ക്രൗഡഡ് ആയിട്ട് കണ്ടിട്ടില്ല. സോ ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സോ ഇവിടെ കുറേ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ ബോൾ ഇങ്ങനെ ആ ഒരു എൻഡ് പോർഷനിൽ എത്തിയിട്ട് തിരിച്ച് വരാൻ പാടില്ല. ലൈക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് വരാതെ അത് അവിടെ എവിടെയെങ്കിലും സ്റ്റെക്ക് ആവണം. അങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടോയ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഒരാൾ ഭയങ്കരമായിട്ട് കുറേ നേരം കളിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ആയി ബക്ലാവ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സോ ഫൈനലി ഞാൻ അത് ട്രൈ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെയും കുറേ സ്റ്റോൾസ് ഉണ്ട്. ഡ്രസ്സിൻ്റെ സ്റ്റോൾസ് ഉണ്ട്, ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ ഉണ്ട്. ഇതാണ് ആ ബക്ലാവയുടെ സ്റ്റോള്. ഇത് ഹെയർ ആക്സസറീൻ്റെ സ്റ്റോളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായി ഫീൽ ചെയ്തു. ഈ ഓരോ ബണ്ണും എല്ലാ സാധനങ്ങളും ഭയങ്കര സാധാരണ ഇത്ര എക്സ്പെൻസീവ് ആവില്ല തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ ഹുഡീസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ആ ഫേസ് പെയിൻറ്റിങ്, ഹെന്ന ആർട്ട്, ജ്വല്ലറീസ്, അങ്ങനെ ടോയ്സ്, ഭയങ്കര രസമായിരുന്നു എല്ലാം കാണാൻ. നല്ല നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെയൊക്കെ ഒക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പൂരപ്പറമ്പൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയല്ലേ, കുറേ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ റൈഡ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ അന്ന് വണ്ടർലയിൽ പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ. ഇവിടെ കുറേ കുഞ്ഞു കുട്ടികളാണ് കയറുന്നത്. ഇതൊരു ലെമണേഡിൻ്റെ സ്റ്റോളാണ്. നല്ല ക്യൂട്ടായി തോന്നി അതിൻ്റെ ഒരു സ്ട്രക്ചറും എല്ലാം. ഞങ്ങൾ ആക്ച്വലി മെയിൻലി റിബ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് റിബ്സ് ആണല്ലോ ട്രൈ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ വേറൊന്നും കഴിച്ച് വയറങ്ങനെ ഫില്ല് ചെയ്തില്ല. ഞങ്ങളുടെ മെയിൻ എയിം അതായിരുന്നു. ഈ ഒരു വണ്ടി പറയുന്നത് കാനഡയിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഐസൊക്കെ കൊണ്ടുപോയില്ലേ ഒരു വണ്ടിയിൽ, അതുപോലെ കാനഡയിൽ ഐസ്ക്രീം കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ ഹൈ ബ്രാൻഡഡ് ഐസ്ക്രീംസിനെക്കാട്ടിലും ഭയങ്കര റേറ്റാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഐസ്ക്രീംസ്. എന്നാലോ അതിൻ്റെ ടേസ്റ്റും ഇല്ല. പക്ഷേ ഇത് വണ്ടിയും എല്ലാം കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഈ കുട്ടികളെയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആണല്ലോ ആ വണ്ടിയുടെയൊക്കെ. ഈ റൈഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര നോയ്സ്. ആക്ച്വലി ഞാനിത് വീഡിയോ ഒക്കെ എടുത്തതിൽ വോയിസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബിങ് വോയിസാണ്. ബഹളമൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങളിങ്ങനെ ആ റിബ്സിൻ്റെയൊക്കെ സ്റ്റോൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ. പിന്നെ ഇത് കണ്ടോ, കുറേ സ്റ്റോൾസ് ഉണ്ട്. ഡോണറ്റ്സിൻ്റെ സ്റ്റോൾസ്, ചുറോസ്, പിന്നെ എന്തൊക്കെയോ വേറെ ഉണ്ട്. ഏഷ്യൻ സ്റ്റോർ ഉണ്ടായിരുന്നു. ഇതാണ് ഏഷ്യൻ സ്റ്റോറാണ് ഇത്. അവിടെയൊക്കെ തിരക്കുണ്ട്. നമ്മൾ പിന്നെ ആ ഒരു അതൊക്കെ എപ്പോഴും ട്രൈ ചെയ്യുന്നതല്ലേ. ഈ ഒരു വിങ്സൊക്കെ അല്ലേ നമ്മളെപ്പോഴും ട്രൈ ചെയ്യാത്തത്. സോ അത് ട്രൈ ചെയ്യാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് ഈ ചിക്കൻ വിങ്സ്, പോർക്ക്, ബീഫ് ഇതൊക്കെയാണ് കൂടുതലും. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഒരു 10-15 സ്റ്റോൾ ഉണ്ടായിരിക്കും ഈ ഒരു എന്താ പറയുക ഈ റിബ്സിൻ്റെത്. പക്ഷേ ഇവരുടെ റേറ്റും എല്ലായിടത്തും ഒരേ റേറ്റിലാണ് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത്. ആകെയുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഷോപ്പിലും അവർ സെല്ല് ചെയ്യുന്ന സാധനത്തിൻ്റെ സോസിൽ ഡിഫറൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് സോസസാണ് ഓരോ സ്റ്റോളിലും ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സോസ് ആദ്യം ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ലത് ഏതാ തോന്നുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റോളിൽ പോവാം. അപ്പം ഞങ്ങളൊരു 5-6 സ്റ്റോളിൽ കയറിയിട്ട് ജസ്റ്റ് അവരുടെ സോസ് ട്രൈ ചെയ്തു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഈ ഒരു സ്റ്റോളിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റോളിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നു ആക്ച്വലി.
എന്താണെങ്കിലും അവിടെ ഭയങ്കര എന്താ പറയുക, അവിടെ കുക്ക് ചെയ്യുന്നവരൊക്കെ ഭയങ്കര മ്യൂസിക്കൊക്കെ കേട്ട് വൈബടിച്ചാണ് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തി. ഇവരിതെങ്ങനെ റിബ്സ് എടുത്ത് അവരുടെ ആ സോസിൽ നമുക്ക് അത് ബേക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള റിബ്സാണ് തോന്നുന്നത്. അവരെന്നിട്ട് അത് ജസ്റ്റ് ആ ഒരു ഗ്രില്ലിൽ വെച്ച് ഹീറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ സോസസും ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കുക്കിംഗ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞങ്ങൾ കുറേ ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യണം വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളൊരു ഹാഫ് പോർക്കും അതുപോലെ തന്നെ ഹാഫ് ബീഫുമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. പോർക്കും അടിപൊളിയാണ്. എനിക്ക് രണ്ടും പേഴ്സണലി ഇഷ്ടമായി. നല്ല രസമായിരുന്നു. ഞങ്ങളപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പതിയെ വീട്ടിൽ പോയി. 10:30 വീടെത്തിയപ്പോൾ.